നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ട ഈ ദൃശ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് അമർഷമുണ്ടാക്കിയേക്കാം. വളരെ സാധു എന്ന് തോന്നിക്കുന്ന ഒരു യുവാവിനെ ഒരു പോലീസുകാരൻ മർദ്ദിക്കുന്നു. ഇതെന്തൊരു അനീതി എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ ഈ കഥ മുൻപോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ കാഴ്ചപ്പാടിൽ മാറ്റം വരും. നവംബർ 27, 2019 തെലങ്കാനയിലെ ഹൈദരാബാദ് സിറ്റിക്കടുത്തുള്ള ഒരു ചെറിയ പട്ടണമാണ് ഷംസാബാദ്. 27 വയസ്സുള്ള പ്രിയങ്ക റെഡ്ഡി ഒരു വെറ്റിനറി ഡോക്ടറാണ്. ഇതേ ഷംസാബാദിലാണ് തൻ്റെ ഫാമിലിയുമായിട്ട് അവൾ താമസിച്ചു വരുന്നത്. ഷംസാബാദിൽ നിന്നും കുറച്ച് മാറി കൊല്ലൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെയുള്ളൊരു ഹോസ്പിറ്റലിൽ വെറ്റിനറി അസിസ്റ്റന്റ് സർജനായിട്ട് ഇവർ ജോലി നോക്കി വരികയാണ്. പതിവ് പോലെ പ്രിയങ്ക നവംബർ 27 ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയി. ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം ഏകദേശം 5:30 വീട്ടിലേക്ക് മടങ്ങുവാനായിട്ട് തുടങ്ങി. ഹൈദരാബാദിൽ നിന്നും കുറച്ച് മാറി ഗാച്ചിബൗളി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പ്രിയങ്കയ്ക്ക് അന്ന് അവിടെ ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണണം. ഹോസ്പിറ്റലിൽ നിന്ന് സ്കൂട്ടി എടുത്ത് പുറപ്പെട്ട പ്രിയങ്ക റെഡ്ഡി കൃത്യം 6:20 തൊണ്ടപ്പള്ളി എന്ന സ്ഥലത്ത് വന്നു. ആ ഗ്രാമത്തിനോട് ചേർന്നുള്ള ടോൾ പ്ലാസയിൽ തന്റെ സ്കൂട്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും ഒരു ടാക്സി വിളിച്ച് അവൾ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. ആശുപത്രിയിൽ നിന്നും തിരികെ സ്കൂട്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് വന്നപ്പോൾ സമയം 9:20 ടാക്സി കാറിൽ നിന്നും പുറത്തിറങ്ങിയ പ്രിയങ്കയ്ക്ക് അപ്പോൾ ആ സ്ഥലം കണ്ടപ്പോൾ വല്ലാത്തൊരു പരിഭ്രമം തോന്നി. കാരണം അവിടെ എങ്ങും ആരുമില്ലായിരുന്നു. ചുറ്റും കൂരിരുട്ടാണ്. ദൂരെയായിട്ട് 2 ലോറികൾ നിർത്തിയിട്ടിട്ടുണ്ട്. അതൊഴിച്ചു നോക്കിയാൽ മനുഷ്യവാസത്തിന്റെ യാതൊരു ലക്ഷണവുമില്ല. എത്രയും വേഗം ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കണമെന്ന് തീരുമാനിച്ച പ്രിയങ്ക തന്റെ സ്കൂട്ടിയുടെ അരികിലേക്ക് നടന്നു. എന്നാൽ അവിടെ കണ്ട കാഴ്ച അവളെ ഞെട്ടിക്കുന്നതായിരുന്നു. അവളുടെ സ്കൂട്ടിയുടെ ടയറുകൾ പഞ്ചറായിരിക്കുന്നു. ആരുടെയെങ്കിലും സഹായം കിട്ടുമോ എന്നറിയുവാനായിട്ട് പ്രിയങ്ക ചുറ്റും നോക്കി. സമീപത്തെങ്ങും ആരുമില്ല. ഒരു യുവതി കുറച്ചു നേരമായിട്ട് വഴിയരികിൽ നിൽക്കുന്നത് ആ ട്രക്കിലുണ്ടായിരുന്ന ഡ്രൈവർമാരും കാണുന്നുണ്ടായിരുന്നു. അവർ എന്താണ് കാര്യമെന്ന് അറിയുവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവർ 4 പേരുണ്ടായിരുന്നു. ആ 4 പേരും പ്രിയങ്കയുടെ അരികിലേക്ക് വന്നു. അവർ മുൻപോട്ട് വയ്ക്കുന്ന ഓരോ കാൽവയ്പും പ്രിയങ്കയുടെ ഭയം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ 4 പേരും പ്രിയങ്കയോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. അവർ അവളോട് ചോദിച്ചു, എന്തു പറ്റി, വണ്ടി പഞ്ചറായോ? സാരമില്ല, ഇവിടെ അടുത്തെവിടെയെങ്കിലും പഞ്ചർ ഒട്ടിക്കുന്ന കട കാണും. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഈ വണ്ടി തള്ളിക്കൊണ്ടുപോയിട്ട് പഞ്ചർ ഒട്ടിച്ച് തിരിച്ചു കൊണ്ടുവരാം. അതുവരെ നീ ഇവിടെ സുരക്ഷിതമായിട്ട് നിൽക്ക്. അതിനുശേഷം ഈ 4 പേരിൽ ഒരാൾ പഞ്ചറായ സ്കൂട്ടിയും തള്ളിക്കൊണ്ട് മുൻപോട്ട് പോയി. തൻ്റെ മുൻപിലുള്ള ഡ്രൈവർമാർ കാഴ്ചയിൽ അപകടകാരികളല്ല എന്ന് തോന്നിയെങ്കിലും പ്രിയങ്കയുടെ മനസ്സിൽ ഭയം വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. എന്തോ വലിയ അപകടം തനിക്ക് വരുന്നുണ്ട് എന്നൊരു തോന്നൽ അത് അനുനിമിഷം ശക്തമാവുകയാണ്. അപ്പോൾ സമയം ഏകദേശം 9:30 ഉടൻ തന്നെ പ്രിയങ്ക തൻ്റെ ഫോൺ എടുത്ത് സഹോദരിയെ വിളിച്ചു. എന്നിട്ട് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. തനിക്ക് ഇവിടെ നിൽക്കുവാനായിട്ട് ഭയമാണെന്നും പറഞ്ഞു. ഇത് കേട്ട സഹോദരി പ്രിയങ്കയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ടോൾ ഗേറ്റിൽ പോയിട്ട് നിൽക്ക്, ഞാൻ ഉടൻ തന്നെ അവിടേക്ക് വരാം. പ്രിയ റെഡ്ഡിയുടെ സഹോദരി ഉടൻ തന്നെ തൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളെ വിളിച്ചു. എന്നിട്ട് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ സുഹൃത്ത് താൻ ഉടൻ തന്നെ കാറുമായിട്ട് എത്താമെന്നും എന്നിട്ട് ഒരുമിച്ച് പോയിട്ട് പ്രിയയും കൂട്ടിക്കൊണ്ടു വരാമെന്നും പറഞ്ഞു. അയാൾ വേഗം വാഹനവുമായിട്ട് വന്നു. സമയം കൃത്യം 9:45 പ്രിയങ്ക നിൽക്കുന്ന ടോൾ പ്ലാസയിലേക്ക് ഇരുവരും പുറപ്പെടുകയാണ്. ഇതിനിടയിൽ പ്രിയങ്കയുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുവാനായിട്ട് ഈ സഹോദരി ശ്രമിച്ചിരുന്നു. പക്ഷേ ഫോൺ വിളിക്കുമ്പോഴെല്ലാം സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. ഇതുകൂടി കേട്ടതോടെ അവരുടെ ഭയം വർദ്ധിച്ചു. ഒടുവിൽ പ്രിയങ്ക നിൽക്കുന്ന സ്ഥലത്ത് എത്തിയതും അവരുടെ ഭയം അതിൻ്റെ പൂർണ്ണതയിലെത്തി. കാരണം അവിടെ ആരുമില്ലായിരുന്നു. പരിസരമെല്ലാം വിജനമായിട്ട് കിടക്കുന്നു. പ്രിയങ്കയും പ്രിയങ്കയുടെ സ്കൂട്ടിയും അവൾ ഫോണിൽ സഹോദരിയോട് പറഞ്ഞ ലോറിയും അടക്കം ഒന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. തൻ്റെ സഹോദരിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവൾക്ക് ഉറപ്പായി. അതോടെ അവൾ ആ നടു റോട്ടിലിരുന്ന് കരയുവാൻ ആരംഭിച്ചു. ആ സമയത്ത് ആ സഹോദരിയുടെ മനസ്സിലൂടെ പലവിധ ചിന്തകൾ കടന്നുപോയി. ഒന്ന്, പ്രിയങ്കയെ ആ ട്രക്ക് ഡ്രൈവർമാർ ഉപദ്രവിച്ച് കാണുമോ? അതുമല്ലെങ്കിൽ അവർ ഉപദ്രവിച്ച് കാണില്ലായിരിക്കും. അവർ സഹായിച്ചു മടങ്ങിയതിനു ശേഷം മറ്റാരെങ്കിലും അവിടേക്ക് വന്നു കാണും. അവർ മൂലം പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കുമോ? മറ്റേതെങ്കിലും സുഹൃത്തുക്കളുടെ സഹായത്തോടെ അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ പ്രിയങ്ക ഇതിനോടകം എത്തിയിട്ടുണ്ടെങ്കിൽ അവൾ നിശ്ചയമായിട്ട് സഹോദരിയെ ഫോൺ വിളിച്ച് അറിയിക്കേണ്ടതാണ്. എന്നാൽ ഇതുവരെയും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതോടെ ആ സഹോദരിക്ക് ഉറപ്പായി പ്രിയങ്കയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അന്ന് രാത്രിയിൽ എന്തായിരിക്കും അവിടെ നടന്നത്? പ്രിയങ്കയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഈ സംഭവം നടന്ന ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ന്യൂസ് ചാനലുകളിൽ ഒരു വാർത്ത വന്നു. സംസ്ഥാനത്തെ ഇളക്കി മറിച്ചൊരു പ്രധാന വാർത്തയായിരുന്നു അത്. പ്രിയങ്ക കാണാതായ സ്ഥലത്തു നിന്നും ഏകദേശം 27 കിലോമീറ്റർ മാറി ഒരു പാലത്തിൻ്റെ അടിയിലായിട്ട് ആ 4 ട്രക്ക് ഡ്രൈവർമാരും മരിച്ചു കിടക്കുന്നു. പ്രിയങ്ക റെഡ്ഡിയെ ഈ ഡ്രൈവർമാർ ഉപദ്രവിച്ചില്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ടത് എന്തിനാണ്? മൂന്നാമത് ഒരാൾ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കുമോ? ആ ഡ്രൈവർമാരെ കൊല ചെയ്തത് ആരായിരിക്കും? ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ കോടതിയിൽ എത്തിക്കും മുൻപായിട്ട് മജിസ്ട്രേറ്റ് നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് വിചാരണ നടത്തി. ജനങ്ങളുടെ പ്രതിഷേധം തെരുവിൽ ആളിക്കത്തിയ, മന്ത്രിസഭയെ പോലും ഇളക്കി മറിച്ച തെലങ്കാന ഡോക്ടർ റേപ്പാൻ്റെ മർഡർ കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്നത്.
പ്രിയങ്കയെ കാണുവാനില്ല. അവളുടെ മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. ഇതോടെ അപകടം മണത്ത പ്രിയങ്കയുടെ ഫാമിലി വേഗം ഷംസാബാദ് പോലീസ് സ്റ്റേഷനിൽ എത്തി ഒരു പരാതി നൽകുകയാണ്. ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടറോട് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തു. അധികം വൈകാതെ ടോൾ പ്ലാസയിലെത്തിയ പോലീസ് അവിടെയുള്ള CCTV ഫൂട്ടേജുകൾ പരിശോധിച്ചു. CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നും പോലീസിന് ഒരു കാര്യം മനസ്സിലായി. ഏകദേശം 9:20 പ്രിയങ്ക റെഡ്ഡി ടോൾ പ്ലാസ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ടോളും കടന്ന് കുറച്ച് മാറിയാണ് പ്രിയങ്ക തൻ്റെ സ്കൂട്ടർ പാർക്ക് ചെയ്തത്. അവിടെയാകട്ടെ യാതൊരു CCTVയും ഇല്ല. അതുകൊണ്ട് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയുവാനും വഴിയില്ല. ടോൾ പ്ലാസയിൽ നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായത് ഇതാണ്: വിക്ടിം അവിടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് യാതൊരു അറിവുമില്ല. അന്വേഷണം ഇനി മുൻപോട്ട് നീങ്ങണമെങ്കിൽ മറ്റേതെങ്കിലും വഴി നോക്കിയേ മതിയാവൂ. രാവിലെ 5 മണി മുതൽ 10 മണി വരെ അവിടെയുള്ള സകല പഞ്ചറൊട്ടിക്കുന്ന കടകളിലും പോലീസ് അന്വേഷണം ആരംഭിച്ചു. എല്ലാ കടകളും കയറിയിറങ്ങി അവർ അന്വേഷിച്ചു. അത് രാവിലെ ആയതുകൊണ്ട് പല കടകളും ഓപ്പൺ ആയിരുന്നില്ല. പക്ഷെ ആ കടയുടെ ബോർഡുകളിൽ അവരുടെ ഫോൺ നമ്പറുകൾ ഉണ്ടായിരുന്നു. ആ ഫോൺ നമ്പറുകളിലേക്ക് പോലീസ് വിളിച്ച് അന്വേഷിച്ചു. എല്ലാ കട ഉടമകളും ഒന്നുപോലെ പറഞ്ഞത് ഇങ്ങനെയാണ്: അന്ന് രാത്രി 9:30 ശേഷം ആരും ഒരു സ്കൂട്ടിയുമായിട്ട് പഞ്ചർ ഒട്ടിക്കുവാനായിട്ട് അവരുടെ ആരുടെയും കടകളിലേക്ക് വന്നിട്ടില്ല. രാത്രിയിൽ ഒരു സ്ത്രീ കാണാതായിരിക്കുന്നു. നേരം പുലർന്നിട്ടും അവർ വീട്ടിൽ മടങ്ങിയെത്തിയില്ല. അവർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് അവരിപ്പോഴില്ലതാനും. അവരുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സംശയിക്കുന്നത് ഇപ്പോഴാ 4 പേരെയാണ്. ആ 4 ലോറി ഡ്രൈവർമാരെ പോലീസ് അന്വേഷണവുമായിട്ട് മുൻപോട്ട് പോയി. അതനുസരിച്ച് അവർക്ക് പുതിയ തെളിവുകൾ കിട്ടിക്കൊണ്ടേയിരുന്നു. പ്രിയങ്ക റെഡ്ഡി കാണാതായതിന്റെ പിറ്റേ ദിവസം, അതായത് 28-ാം തീയതി രാത്രിയിൽ ഏകദേശം അതിരാവിലെയോടെ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന പോലീസ് ഓഫീസർമാർ ഒരു കാഴ്ച കണ്ടു. റോഡിന്റെ സൈഡിലായിട്ട് ഒരു സ്കൂട്ടർ അനാഥമായിട്ട് കിടക്കുന്നു. ആ സ്കൂട്ടറിന് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല. തുടരന്വേഷണത്തിൽ അത് കാണാതായ പ്രിയങ്കയുടെ സ്കൂട്ടറാണെന്ന് മനസ്സിലായി. ഈ കണ്ടെത്തൽ നടന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് ഏകദേശം 6:30-യോടെ പോലീസിന് മറ്റൊരു ഫോൺ കോൾ വരികയാണ്. പ്രിയങ്ക കാണാതായ ടോൾ പ്ലാസയിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ മാറി ഷാദ് നഗർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നുമായിരുന്നു ആ കോൾ വന്നത്. പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഫോൺ വിളിച്ച ആ വ്യക്തി വളരെ ഭയത്തോടെ പറഞ്ഞത് ഇങ്ങനെയാണ്: ചതൻപള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കനാലുണ്ട്. ആ കനാലിന് മുകളിലൂടെ ഒരു പാലം കടന്നു പോകുന്നുണ്ട്. ആ പാലത്തിന്റെ ചുവട്ടിലായിട്ട് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മനുഷ്യന്റെ ജഡം കിടക്കുന്നു. എത്രയും വേഗം ഇവിടേക്ക് വരണം. പോലീസ് വേഗം അവിടേക്ക് പുറപ്പെട്ടു. മൃതദേഹം കണ്ടു. ആ ജഡം ഇതിനോടകം 70% കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. അതുകൊണ്ട് ആരുടെ ജഡമാണെന്ന് ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. ആ സമയത്ത് സ്വാഭാവികമായിട്ടും പോലീസിന് ഒരു സംശയം തോന്നി. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം കാണാതായ പ്രിയങ്ക റെഡ്ഡിയുടെ ജഡമായിരിക്കുമോ ഇത്? അങ്ങനെയെങ്കിൽ അത് തിരിച്ചറിയുവാനായിട്ട് അവളുടെ കുടുംബക്കാരെ അവർ അവിടേക്ക് വിളിച്ചു വരുത്തി. പ്രിയങ്കയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും മിടിക്കുന്ന ഹൃദയവുമായിട്ട് ആ ജഡത്തിന്റെ അരികിലെത്തി. ഒറ്റ നോട്ടത്തിൽ ആ ജഡം അവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ആ ജഡത്തിന്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്കാർഫും അതോടൊപ്പം ഗണപതിയുടെ രൂപം കൊത്തിയ ഒരു ലോക്കറ്റും ഉണ്ടായിരുന്നു. അത് കണ്ടതും അവർ നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. കാരണം ആ 2 വസ്തുക്കളും പ്രിയങ്കയുടെ ആയിരുന്നു. തങ്ങളുടെ മകൾ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടുവെന്ന യാഥാർത്ഥ്യം ആ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. വേഗം തന്നെ ആ ജഡം ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റി. 70% കത്തിക്കരിഞ്ഞു പോയതുകൊണ്ട് കോസ് ഓഫ് ഡെത്ത്, അതായത് മരണകാരണം എന്താണെന്ന് കണ്ടെത്തുവാനായിട്ട് ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിരുന്നു: പ്രിയങ്കയെ കൊന്ന ശേഷം കൊലയാളികൾ അവർ ആരായാലും ആ ജഡം കത്തിക്കുവാനായിട്ട് ഉപയോഗിച്ചത് പെട്രോൾ മാത്രമല്ല, അതോടൊപ്പം ഡീസലും കൂടി ചേർത്തായിരുന്നു. പെട്രോളിന്റെ ഒപ്പം ഡീസലും കൂടി ചേർത്താണ് അവർ ആ ജഡം കത്തിച്ചത്. ഇത് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിരുന്നു. ഡീസലിന്റെ സാന്നിധ്യം ഡ്രൈവർമാർക്ക് നേരെയുള്ള സംശയം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ചു. കാരണം ലോറികളിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഡീസലാണ്. അതേസമയത്ത് ടോൾ പ്ലാസയുടെ സമീപത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന പോലീസിന് വേറെയും ചില തെളിവുകൾ കിട്ടുകയാണ്. അന്വേഷണത്തിൽ അവിടെയുള്ള കുറ്റിക്കാട്ടിൽ നിന്നും അന്ന് രാത്രി പ്രിയങ്ക ധരിച്ചിരുന്ന വസ്ത്രവും അവളുടെ ഹാൻഡ് ബാഗും അതോടൊപ്പം കാലിയായിട്ടുള്ളൊരു മദ്യക്കുപ്പിയും കണ്ടെത്തി. എന്നാൽ അവളുടെ മൊബൈൽ അപ്പോഴും മിസ്സിംഗ് ആയിരുന്നു. ഡോക്ടർ പ്രിയങ്ക റെഡ്ഡിയുടെ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ തെലങ്കാനയെ ഞെട്ടിച്ചുവെന്ന് പറയാം. മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തു. നാട് മുഴുവനും പ്രതിഷേധങ്ങൾ ഉയർന്നു. ജസ്റ്റിസ് ഫോർ പ്രിയങ്ക എന്ന ഹാഷ്ടാഗ് എല്ലായിടത്തും വ്യാപിച്ചു. തെലങ്കാനയിൽ തുടങ്ങിയ ആ സമരം അഹമ്മദാബാദ്, ന്യൂഡൽഹി എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചു. ജനങ്ങൾ തെരുവിലിറങ്ങി നീതിക്ക് വേണ്ടിയിട്ട് നിലവിളിക്കുകയായിരുന്നു. അതേസമയത്ത് മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്ത പ്രിയങ്കയുടെ ഫാമിലി കുറ്റപ്പെടുത്തിയത് ഇത്രയും നേരം ഈ കേസ് അന്വേഷിക്കുന്ന പോലീസിനെയായിരുന്നു. 27-ാം തീയതി രാത്രി 11 മണിയോടെ തങ്ങളുടെ മകളെ കാണുവാനില്ല എന്ന് പറഞ്ഞ് അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ്. എന്നാൽ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ അതത്ര കാര്യമായിട്ട് എടുത്തില്ല. നേരെ മറിച്ച് ആ മാതാപിതാക്കളെ പരിഹസിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ മകൾ ഏതെങ്കിലും ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോയി കാണും, നാളെ രാവിലെ അവൾ മടങ്ങി വരും, അങ്ങനെ പറഞ്ഞ ആ മാതാപിതാക്കളെ അപമാനിക്കുക വരെ അയാൾ ചെയ്തു.
മാത്രവുമല്ല, കുറ്റകൃത്യം നടന്ന സ്ഥലം ഞങ്ങളുടെ അധികാര പരിധിയിലല്ല എന്ന് പറഞ്ഞ് പോലീസ് വലിയ അലംഭാവവും കാണിച്ചു. കൂടാതെ 11 മണിക്ക് കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തുവാനായിട്ട് രാവിലെ 3 മണിക്കാണ് അവർ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടത്. പരാതി കിട്ടിയ ഉടനെ പോലീസ് വേഗത്തിൽ അന്വേഷണം തുടങ്ങിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പ്രിയങ്കയെ ജീവനോടെ കിട്ടുമായിരുന്നുവെന്ന് അവളുടെ ഫാമിലി ആരോപിച്ചു. എന്നാൽ ആ ആരോപണത്തിൽ അത്ര വാസ്തവം ഉണ്ടായിരുന്നില്ല. ഈ കേസിനെ സംബന്ധിച്ചുള്ള ഗോൾഡൻ അവർ ഇതിനോടകം കഴിഞ്ഞു പോയിരുന്നു. ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ഒരു വ്യക്തി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയുള്ള അല്പസമയമാണ്. ആ അല്പസമയത്തിന്റെ ഉള്ളിൽ അവരെ രക്ഷിക്കുവാനായാൽ കഴിഞ്ഞു, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ചെറിയ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഗോൾഡൻ അവർ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ചുരുങ്ങിയ ആ സമയത്തിന്റെ ഉള്ളിൽ കുട്ടിയെ കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ ജീവനോടെ കിട്ടുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ മുൻപ് ചെയ്ത കോയമ്പത്തൂർ എൻകൗണ്ടർ അടക്കമുള്ള പല കിഡ്നാപ്പിംഗ് കേസുകളിലും ഇത് കണ്ടതാണ്. സാധാരണഗതിയിൽ ഇങ്ങനൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ഉടനടി അതിൽ അന്വേഷണം ആരംഭിക്കണം. അതിനുശേഷം മാത്രമാണ് FIR പോലും ഇടാവൂ. അങ്ങനെയാണ് നിയമം. എന്നാൽ ഷംസാബാദ് പോലീസ് ഇതൊന്നും ചെയ്തില്ല. അവർ നേരെ മറിച്ച് വെറുതെ സമയം കളയുകയാണ് ചെയ്തത്. പ്രിയങ്കയുടെ ഫാമിലി ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ ആ സമയത്ത് ഷംസാബാദ് പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിളിനെയും പിന്നെ 2 കോൺസ്റ്റബിൾമാരെയും സസ്പെൻഡ് ചെയ്തു. ഇങ്ങനെയുള്ള ധാരാളം പ്രക്ഷോഭങ്ങളെ തുടർന്ന് ഈ കേസ് ഹൈദരാബാദ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. പിന്നീട് അവരാണ് അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോയത്. ഈ കേസിൽ പോലീസ് പ്രധാനമായിട്ട് സംശയിക്കുന്നത് ട്രക്ക് ഡ്രൈവർമാരായിട്ടുള്ള 4 പേരെയാണ്. എന്നാൽ അവർ ആരാണെന്ന് അറിയില്ല. അവരെ കണ്ടെത്തുക എന്നതാണ് ആദ്യത്തെ കടമ്പ. ഈ കേസിന്റെ ചുമതല ഏറ്റെടുക്കുകയും ടീമിനെ ലീഡ് ചെയ്യുകയും ചെയ്തത് കമ്മീഷണർ VC സജ്ജനർ ആയിരുന്നു. അദ്ദേഹം സസ്പെക്ട് ലിസ്റ്റിലുള്ള ആ 4 ഡ്രൈവർമാരെയും കണ്ടെത്തുവാനായിട്ട് തീരുമാനിച്ചു. ടോൾ ബൂത്തിന്റെ സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയത് പ്രിയങ്കയുടെ വസ്ത്രങ്ങളും ചെരുപ്പും ഹാൻഡ് ബാഗും അതുപോലെ മറ്റു പലതുമായിരുന്നു. എന്നാൽ ഒന്ന് മാത്രം മിസ്സിംഗ് ആയിരുന്നു. അത് അവളുടെ മൊബൈൽ ഫോൺ ആയിരുന്നു. നിശ്ചയമായിട്ടും ആ മൊബൈൽ ഫോൺ ഡ്രൈവർമാരുടെ കൈവശം ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം അനുമാനിച്ചു. അതുകൊണ്ട് ആ ഫോണിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോയി. അതുപോലെ പ്രിയങ്കയെ കൊലയാളികൾ കത്തിച്ചു കളഞ്ഞ ചതൻപള്ളി സബ്വേയിൽ നിന്നും ലിംഗാര കൂടി ഹൈദരാബാദ് പോകുന്ന വഴിയുടെ സൈഡിലുള്ള എല്ലാ CCTVകളും പരിശോധിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അതിനായിട്ട് അവിടെയുള്ള റിംഗ് റോഡിലുള്ള CCTV പരിശോധിച്ചു. ആ സമയത്ത് അതുവഴിക്ക് കടന്നുപോയ സകല ലോറികളും നിരീക്ഷണത്തിന് വിധേയമാക്കി. ഈ അന്വേഷണത്തിൽ പോലീസ് മറ്റൊരു കാര്യം കണ്ടെത്തി. പ്രിയങ്കയുടെ ജനം കാണപ്പെട്ട പാലത്തിൽ നിന്നും ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മുൻപോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു CCTV ഉണ്ട്. ആ CCTVയിൽ 2 ലോറികൾ കടന്നു പോകുന്ന ദൃശ്യം പതിഞ്ഞിട്ടുമുണ്ട്. മറ്റൊരു കാര്യം, ജഡം കാണപ്പെട്ട പാലത്തിനും 1 കിലോമീറ്റർ പിന്നിലായിട്ട് വേറെ ഒരു CCTV ഉണ്ട്. ആ CCTV ഫൂട്ടേജിലും ഈ ലോറികൾ പാസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള ദൂരം വെറും 1.5 കിലോമീറ്റർ ആണ്. എന്നാൽ ഈ ചെറിയ ദൂരം കടന്നു പോകുവാനായിട്ട് 2 ലോറികളും 40 മിനിറ്റിലധികം സമയമെടുത്തു. ഇത് വലിയൊരു സംശയത്തിന് കാരണമായി. 1.5 കിലോമീറ്റർ കടന്നു പോകുവാനായിട്ട് എടുത്ത 40 മിനിറ്റ് അതല്പം കൂടുതലാണ്. ഇതിൻ്റെ ഇടയിലുള്ള സമയത്ത് എപ്പോഴും ആയിരിക്കണം കുറ്റവാളികൾ പ്രിയങ്കയുടെ ജഡം പാലത്തിൻ്റെ അടിയിലെത്തിച്ച് കത്തിച്ചത്. CCTVയിൽ ഈ 2 ലോറികളുടെ നമ്പർ പ്ലേറ്റുകൾ വളരെ വ്യക്തമായിട്ട് പതിഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ 29-ാം തീയതി 4 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റകൃത്യം നടന്ന വെറും 48 മണിക്കൂറിന്റെ ഉള്ളിൽ തെലങ്കാന പോലീസ് ഈ കേസ് പരിഹരിച്ചു. കുറ്റവാളികളെ പിടികൂടുകയും ചെയ്തു. തെലങ്കാനയിലെ നാരായൺപേട്ട എന്ന ജില്ലയിലുള്ളവരായിരുന്നു ഈ 4 പേരും. അവരുടെ പേരുകൾ ഇതാണ്: ജൊല്ലു നവീൻ, ചെന്ന കേശവലു, ചെന്ന എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടും. 3-ാമത്തെ ആളുടെ പേര് ജൊല്ലു ശിവ എന്നാണ്. ഈ 3 പേരും പ്രായപൂർത്തിയാവാത്തവരാണ്. ജൊല്ലു ശിവയും ജൊല്ലു നവീനും ക്ലീനർമാരാണ്. പ്രായപൂർത്തി ആയിരുന്നില്ലെങ്കിലും ചെന്ന കേശവലു ആയിരുന്നു ഒരു ലോറിയുടെ ഡ്രൈവർ. 4-ാമത്തെ കുറ്റവാളിയുടെ പേര് മുഹമ്മദ്. അവനെ എല്ലാവരും വിളിക്കുന്നത് ആരിഫ എന്നാണ്. ഇവൻ മാത്രമാണ് കൂട്ടത്തിൽ പ്രായപൂർത്തിയായവൻ. വയസ്സ് 26. 4 പ്രതികളെയും അറസ്റ്റ് ചെയ്ത പോലീസ് ഷാദ്നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ കൊണ്ടുവന്നു. ഇനി പോലീസിന്റെ അടുത്ത നടപടി ഇതാണ്: ഈ 4 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുവാനായിട്ട് മജിസ്ട്രേറ്റിന്റെ അനുവാദം വേണം. അവർ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ മറ്റൊരു കാര്യം സംഭവിച്ചു. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നു. അതോടെ സ്റ്റേഷന് പുറത്ത് വലിയൊരു കൂട്ടം ജനങ്ങൾ തടിച്ചുകൂടി. ജനങ്ങൾ വല്ലാതെ വയലന്റ് ആയിട്ട് നിൽക്കുകയാണ്. അവരെ ഞങ്ങൾക്ക് വിട്ടുതാ, ഞങ്ങൾ അവരെ ഇവിടെ വെച്ച് കൊല്ലാമെന്നാണ് അവർ പറയുന്നത്. പോലീസ് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുകയാണ്. അല്പസമയം പ്രതിഷേധം നടത്തിയ ശേഷം ജനങ്ങൾ സ്വമേധയാ പിരിഞ്ഞു പോകുമെന്നാണ് പോലീസ് വിചാരിച്ചത്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ജനക്കൂട്ടം പിരിഞ്ഞു പോയില്ല. അവർ അതേ ആക്രോശം തുടരുകയാണ്. കുറ്റവാളികളെ ഈ സമയത്ത് പുറത്തെത്തിച്ച് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ റിസ്ക് ആണ്. ജനങ്ങൾ ഏത് രീതിയിലും പ്രതികരിക്കാം. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ മജിസ്ട്രേറ്റ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും കുറ്റവാളികളെ 14 ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. എന്നാൽ ഒരു നിബന്ധനയുടെ പുറത്തായിരുന്നു: 4 പേരെയും ഈ സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യാനായിട്ട് പാടില്ല. അവരെ ഹൈദരാബാദ് ജയിലിലേക്ക് മാറ്റണം.
ഇത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായിരുന്നു. കാരണം രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ പ്രതികാരദാഹിയായിട്ടുള്ള ജനക്കൂട്ടം പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഈ 4 പേരെയും വലിയ സുരക്ഷയോടെ പോലീസ് പുറത്തേക്കിറക്കി. ആ സമയത്ത് പുറത്ത് തടിച്ചുകൂടിയിരുന്ന ജനം ഇവർക്ക് നേരെ കല്ലുകൾ വലിച്ചെറിയുകയും പ്രതികളെ ആക്രമിക്കുവാനായിട്ട് മുൻപോട്ട് വരികയും ചെയ്തു. പോലീസ് ലാത്തി ചാർജ് നടത്തിയാണ് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടത്. അങ്ങനെ ഒരു പ്രകാരത്തിൽ അവരെ ഹൈദരാബാദ് ജയിലിലെത്തിച്ചു. അതിനുശേഷം ചോദ്യം ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. പോലീസ് ചോദ്യം ചെയ്യുവാനായിട്ട് ആരംഭിക്കും മുൻപായിട്ട് ഈ 4 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ആ പെണ്ണിനെ ഒന്നും ചെയ്തിട്ടില്ല. അവളെ അടുത്തുള്ള പങ്ചർ ഒട്ടിക്കുന്നൊരു കടയിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. ആ കൊലക്കേസുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. പോലീസ് 4 പേരെയും ഓരോ മുറികളിലാക്കി ചോദ്യം ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. ആ ചോദ്യം ചെയ്യലിൽ അവർ പടുത്തുയർത്തിയ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു. 4 പേരുടെയും ഉത്തരങ്ങൾ പരസ്പര വിരുദ്ധമായിരുന്നു. ഇതോടെ തെലങ്കാന പോലീസ് ചോദ്യം ചെയ്യൽ കൂടുതൽ കർക്കശമാക്കി. അതായത് 3-ാം മുറ പ്രയോഗിച്ചുവെന്ന്. ഒടുവിൽ അവർ കുറ്റസമ്മതം നടത്തി. പ്രിയങ്ക റെഡ്ഡിയെ കൊന്നത് തങ്ങൾ തന്നെയാണ്. അന്ന് രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങൾ അതിതായിരുന്നു. പ്രിയങ്ക റെഡ്ഡി ആ ടോൾ ബൂത്തിനടുത്ത് തൻ്റെ സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നതിനും അല്പം മുൻപായിരുന്നു ആ 2 ലോറികളും അവിടെ എത്തിയത്. ലോറി അവിടെ പാർക്ക് ചെയ്തിട്ട് വിശ്രമിക്കുകയായിരുന്നവർ. ഇതിനിടയിൽ ഒരാൾ മുഖം കഴുകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് പ്രിയങ്ക സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നത് കണ്ടത്. ആദ്യം അവരത് കാര്യമാക്കിയില്ല. കുറ്റവാളികൾ 4 പേരും വണ്ടിക്കുള്ളിൽ കയറി ആഹാരമൊക്കെ കഴിച്ച് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കിയപ്പോഴും ആ സ്കൂട്ടർ അവിടെ തന്നെ ഉണ്ട്. രാത്രിയായിരിക്കുന്നു, പരിസരത്തെങ്ങും ആരുമില്ല. അപ്പോഴവരുടെ വികലബുദ്ധിയിൽ ചില ചിന്തകൾ പൊട്ടിമുളച്ചു. കൂടാതെ 4 പേരും മദ്യപിക്കുവാനും തുടങ്ങി. ആ മദ്യപാനത്തിനിടയിൽ അവർ ഒരു പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാനിനെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. അന്ന് രാത്രി നടന്ന എല്ലാ കാര്യങ്ങളും ഈ 4 പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിച്ചത്. പ്ലാൻ നമ്പർ 1: പ്രിയങ്കയുടെ വണ്ടി പഞ്ചറാക്കുക. ഇതുമൂലം അവളെ അവിടെ തന്നെ തളച്ചിടുവാനായിട്ട് അവർക്ക് സാധിക്കും. ഉടൻ തന്നെ അവരിൽ ഒരാൾ മുൻപോട്ട് പോയി പ്രിയങ്കയുടെ സ്കൂട്ടറിന്റെ കാറ്റഴിച്ചു വിട്ടു. ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ടത് പ്ലാൻ നമ്പർ 2ഉം 3ഉം 4ഉമാണ്. അതിനു വേണ്ടിയിട്ട് ചില മുന്നൊരുക്കങ്ങൾ ആവശ്യമുണ്ട്. അതിനായിട്ട് കൂട്ടത്തിൽ ഒരാൾ സമീപത്തുള്ള പെട്രോൾ പമ്പിലേക്ക് പോവുകയാണ്. അവിടെ നിന്നും പെട്രോളും കുറച്ച് ഡീസലും വാങ്ങി. എന്നിട്ട് പ്രിയങ്ക മടങ്ങി വരുന്നതിനായിട്ട് കാത്തിരുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടതുപോലെ പ്രിയങ്ക തൻ്റെ സ്കൂട്ടറിൻ്റെ അരികിലേക്ക് വന്നു. ടയർ പഞ്ചറായിരിക്കുന്നത് കണ്ട് അവൾ ആകെ വിഷമിച്ചു. ആ സമയത്ത് 4 പേരും അവളുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് മാന്യമായിട്ട് സംസാരിച്ച് അവളുടെ വിശ്വാസം നേടിയെടുക്കുവാനായിട്ട് ശ്രമിച്ചു. ഈ 4 പേരിൽ ഒരുവനായ ജൊല്ലു ശിവ, പേടിക്കണ്ട, അടുത്തൊരു പഞ്ചർ ഷോപ്പുണ്ട്, ഞാൻ അവിടെ പോയിട്ട് വണ്ടി ശരിയാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ആ സ്കൂട്ടറും തള്ളിക്കൊണ്ടുപോയി. അതിനുശേഷം എന്തോ കാര്യം ചർച്ച ചെയ്യുവാനായിട്ട് ഈ 3 പേരും ലോറിയുടെ അരികിലേക്ക് പോയി. ആ സമയത്താണ് പ്രിയങ്ക സഹോദരിയെ വിളിച്ച് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ലോറിയുടെ അടുത്തേക്ക് പോയ 3 വളരെ വേഗം മടങ്ങി വന്നു. മടങ്ങി വന്ന 3 പേരും പ്രിയങ്കയെ എങ്ങോട്ടും വിടാതെ, അവളെ മറ്റൊന്നും ചിന്തിക്കുവാനായിട്ട് അനുവദിക്കാതെ അവളുമായിട്ട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ആ സമയത്ത് സ്കൂട്ടറുമായിട്ട് പോയ ജല്ലു ശിവ മടങ്ങിയെത്തി. പഞ്ചറൊട്ടിക്കുന്ന കടകളെല്ലാം അടഞ്ഞുപോയെന്ന് പറഞ്ഞാണ് അവൻ മടങ്ങി വന്നത്. അപ്പോഴേക്കും അവരുടെ പെരുമാറ്റത്തിൽ എന്തോ അസ്വാഭാവികത പ്രിയങ്കയ്ക്ക് തോന്നി തുടങ്ങിയിരുന്നു. ആ സമയത്താണ് അവർ പ്ലാൻ നമ്പർ 2 ആരംഭിച്ചത്. ജൊല്ലു ശിവ സ്കൂട്ടറുമായിട്ട് മടങ്ങിയെത്തിയ ആ നിമിഷം മുതൽ അവരുടെ ഉള്ളിലെ മൃഗം പുറത്തു ചാടി. അടുത്ത നിമിഷം മുഹമ്മദ് ആരിഫ് പ്രിയങ്കയുടെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് സമീപത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് അവിടേക്ക് അവളെ തള്ളിയിട്ടു. അതേ സമയത്ത് ജൊല്ലു നവീൻ പ്രിയങ്കയുടെ കൈവശമുണ്ടായിരുന്ന ഫോൺ പിടിച്ചു വാങ്ങി അത് സ്വിച്ച് ഓഫ് ചെയ്ത് സ്വന്തം പോക്കറ്റിലിട്ടു. ഇതിനിടയിൽ എങ്ങനെയോ ഉരുണ്ടു പിടഞ്ഞെഴുന്നേറ്റ പ്രിയങ്ക അവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടുവാനായിട്ട് ശ്രമിച്ചു. അതേ സമയത്ത് നവീൻ കുനിഞ്ഞ് നിലത്ത് കിടന്നൊരു കല്ലെടുത്ത് പ്രിയങ്കയുടെ തലയുടെ പിന്നിലായിട്ട് ആഞ്ഞെറിഞ്ഞു. ആ ഏറ് നല്ല സ്ഥാനത്ത് തന്നെയാണ് കൊണ്ടത്. ഏതാണ്ട് അബോധാവസ്ഥയിൽ എന്ന വണ്ണം പ്രിയങ്ക നിലത്തേക്ക് വീണു. പിന്നെ അവിടെ കിടന്ന് ഞെരങ്ങി. തുടർന്ന് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന വിസ്കി അവർ ബലം പ്രയോഗിച്ച് പ്രിയങ്കയുടെ വായിലേക്ക് ഒഴിച്ചു. അതോടെ ഏതാണ്ട് പൂർണ്ണമായിട്ടും അബോധാവസ്ഥയിലായ അവളെ അവർ മാറി മാറി ബലാത്സംഗം ചെയ്യുവാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ബോധം വരുന്ന സമയത്ത് പ്രിയങ്ക മനസ്സിലാക്കുന്നുണ്ട് താൻ ക്രൂരമായിട്ടുള്ള മാനഭംഗത്തിന് ഇരയാവുകയാണ് എന്ന്. പക്ഷേ പ്രതികരിക്കുവാനായിട്ട് കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പ്രതികരിക്കുവാൻ കഴിയുന്ന ഒരു സ്റ്റേജിലെത്തി. ആ സമയത്ത് അവൾ ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് കുറ്റവാളികൾ പ്ലാൻ നമ്പർ 3 തുടങ്ങിയത്. 2 പേർ അവളുടെ കയ്യും കാലും ബലമായിട്ട് അമർത്തിപ്പിടിച്ചു. അതേ സമയത്ത് മുഹമ്മദ് ആരിഫ് പ്രിയങ്കയുടെ മൂക്കുമായും ശക്തമായിട്ട് പൊത്തിപ്പിടിച്ചു. അല്പസമയത്തിന്റെ ഉള്ളിൽ ശ്വാസം മുട്ടി പ്രിയങ്ക മരിച്ചു. അതിനുശേഷമാണ് പ്ലാൻ നമ്പർ 4ലേക്ക് അവർ കടന്നത്. പ്രിയങ്കയുടെ സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് അവർ അഴിച്ചു മാറ്റി. എന്നിട്ട് ആ ബൈക്ക് അടക്കം ലോറിയിലേക്ക് കയറ്റി. ക്രൈം നടന്ന സ്ഥലത്തു നിന്നും രാത്രി 10:20 ഷാദ്നഗറിലേക്ക് പോകുന്ന ഹൈവേയിലൂടെ ആ ലോറികൾ പാഞ്ഞുപോയി. ആ പോകുന്ന വഴിയിൽ ഒരിടത്ത് അവർ സ്കൂട്ടർ ഉപേക്ഷിച്ചു. ജനസഞ്ചാരമില്ലാത്തൊരു സ്ഥലവും തിരഞ്ഞാണ് അവരിപ്പോൾ പോകുന്നത്. അങ്ങനെയാണ് അവർ ചതൻപള്ളിയിലെ ആ പാലത്തിന് കീഴിൽ എത്തിയത്. അവിടെ എത്തിയതും പ്രിയങ്കയുടെ ജഡം ഒരു കമ്പിളിക്കുള്ളിൽ പൊതിഞ്ഞ് ആ പാലത്തിന്റെ അടിയിലിട്ട് പെട്രോളും ഡീസലും ഒഴിച്ച് കത്തിച്ചു.
ഇതിനിടയിൽ മറ്റൊരു ക്രൂരമായിട്ടുള്ള സംഭവം നടന്നിരുന്നു. പ്രിയങ്ക മരിച്ചതിന് ശേഷവും ആ ജഡത്തെ പോലും അവർ വെറുതെ വിട്ടില്ല. ലോറിയിലിട്ട ആ 4 പേരും മാറി മാറി ആ ജഡത്തെ ദുരുപയോഗം ചെയ്തു. പ്രിയങ്കയുടെ ശരീരത്തിന് തീയിട്ട ശേഷം അല്പസമയം കഴിഞ്ഞ് അവർ വീണ്ടും മടങ്ങിവന്ന് നോക്കിയിരുന്നു. അവളുടെ ശരീരം പൂർണ്ണമായിട്ടും കത്തിത്തീർന്നു, അല്ലെങ്കിൽ തീ കെട്ടുപോയെന്ന് അറിയുവാനായിരുന്നു അത്. തിരിച്ചറിയുവാനായിട്ട് കഴിയാത്ത വിധം ശരീരം കത്തിയെന്നും മനസ്സിലാക്കിയതും അവർ സന്തോഷത്തോടെ മടങ്ങി. ഈ ക്രൂരകൃത്യത്തിന് ശേഷം അന്ന് പുലർച്ചെ 4 മണിക്ക് നാരായൺപേട്ട് ജില്ലയിലുള്ള അരംകര എന്ന ഗ്രാമത്തിൽ അവർ എത്തിച്ചേർന്നു. അതായിരുന്നു അവരുടെ ഗ്രാമം. അതിന്റെ അടുത്ത ദിവസം രാവിലെ പോലീസ് എത്തി അവരെ അറസ്റ്റും ചെയ്തു. ഇത്രയുമായിരുന്നു അവർ പോലീസിന് മുൻപിൽ നടത്തിയ കൺഫെഷൻ. ദേശീയ ശ്രദ്ധ ആകർഷിച്ച കേസായിരുന്നു ഡോക്ടർ പ്രിയങ്ക വധക്കേസ്. ധാരാളം സംഘടനകൾ അതിവേഗ കോടതിയുടെ വിചാരണ വേണമെന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങി പ്രക്ഷോഭം ആരംഭിച്ചു. ആ വർഷം ഡിസംബർ 6-ന് ഒരു സംഭവമുണ്ടായി. ഹൈദരാബാദ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ കീഴിൽ ഒരു സംഘം പോലീസുകാർ ഈ 4 കുറ്റവാളികളെയും കൂട്ടി പ്രിയങ്കയുടെ ജഡം അവർ കത്തിച്ച പാലത്തിന് ചുവട്ടിലെത്തി. ക്രൈം റീകൺസ്ട്രക്ഷൻ നടത്തുവാനായിരുന്നു അവരവിടെ വന്നത്. എന്നുവെച്ചാൽ അവർ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ആ കുറ്റം ചെയ്തത് എന്ന് പോലീസിനെ അഭിനയിച്ച് കാണിക്കണം. ഇതും ഇൻവെസ്റ്റിഗേഷന്റെ ഒരു ഭാഗമാണ്. പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു സംഭവം ഉണ്ടായി. 4 കുറ്റവാളികളും സമീപത്തുണ്ടായിരുന്ന പോലീസുകാരുടെ പക്കൽ നിന്നും തോക്ക് പിടിച്ചെടുത്തു. എന്നിട്ട് അവർക്ക് നേരെ അത് ചൂണ്ടി. പിന്നെ പോലീസിന് നേർക്ക് വെടിവെച്ചുകൊണ്ട് രക്ഷപ്പെടുവാനായിട്ട് ഓടി. അവരെ പിടികൂടുവാനായിട്ട് പോലീസ് പിന്നാലെ പാഞ്ഞെങ്കിലും സാധിച്ചില്ല. ഒടുവിൽ അവർ രക്ഷപ്പെട്ടു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ ഒരു കാര്യം ചെയ്തു. അദ്ദേഹം തന്റെ തോക്കെടുത്ത് വളരെ കൃത്യമായിട്ട് ഉന്നം പിടിച്ച് ആ 4 കുറ്റവാളികളെയും വെടിവെച്ച് അവിടെ വീഴ്ത്തി. ആ വെടിവയ്പിൽ 4 പേരും അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. പ്രിയങ്ക റെഡ്ഡിയുടെ ജഡം കത്തിച്ചാമ്പലായ അതേ മണ്ണിൽ വെച്ച് തന്നെ ആ കൊലയാളികളുടെ ജീവനും നഷ്ടമായി. ഈ എൻകൗണ്ടർ വലിയൊരു ചർച്ചാ വിഷയമായ കാര്യമാണ്. ജനങ്ങൾ പോലീസിനെ വാഴ്ത്തിപ്പാടി പോലീസ് കീ ജയ് എന്ന് വിളിച്ച് അവരവർക്ക് പുഷ്പാർച്ചന വരെ നടത്തി. കാരണം ചില മനുഷ്യാവകാശ പ്രവർത്തകർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഈ കുറ്റവാളികളെ വധിക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. രാജ്യസഭയിലും ലോക്സഭയിലും വരെ ഇതേക്കുറിച്ച് ചർച്ച വരെ ഉണ്ടായിട്ടുണ്ട്. 2019 ഡിസംബർ 2-ന് നടന്ന പാർലമെന്റ് ചർച്ചയ്ക്കിടെ പാർലമെന്റ് അംഗമായിട്ടുള്ള ജയാ ബച്ചൻ കുറ്റവാളികളെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞിരുന്നു. ജയാ ബച്ചൻ മാത്രമല്ല, അവിടെ കൂടിയിരുന്ന പല മന്ത്രിമാരും ഇതേ അഭിപ്രായക്കാരായിരുന്നു. പൊതുവെ വധശിക്ഷയെ എതിർക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. എന്നാൽ ഈ കേസിൽ നേരെ മറിച്ചായിരുന്നു അവരുടെ അഭിപ്രായവും. CPI അംഗമായ ബിനോയ് വിശ്വം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ വധശിക്ഷയിൽ വിശ്വസിക്കുന്നയാളല്ല, പക്ഷേ ഈ പ്രതികളെ തൂക്കിക്കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതികളുടെ കുടുംബാംഗങ്ങൾ ഈ എൻകൗണ്ടറിനെ ചോദ്യം ചെയ്തു. അത് സ്വാഭാവികമാണ്. ചില മനുഷ്യാവകാശ സംഘടനകളും അതുപോലെ മേനകാ ഗാന്ധിയും മാത്രമാണ് ഈ എൻകൗണ്ടറിനെ അപലപിച്ചത്. പ്രിയങ്ക റെഡ്ഡിയുടെ മാതാപിതാക്കൾ കണ്ണുനീരോടെ മാധ്യമങ്ങളോട് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ മകൾ മരിച്ചിട്ട് ഇപ്പോൾ 10 ദിവസമായിരിക്കുന്നു. 10 ദിവസത്തിന്റെ ഉള്ളിൽ അവൾക്ക് നീതി കിട്ടിയിരിക്കുന്നു. ഇപ്പോഴവളുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും. പോലീസ് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ഒരു എൻകൗണ്ടർ ആയിരുന്നു ഇതെന്ന് മനസ്സിലാക്കുവാൻ സാമാന്യ ബോധം മതി. ധാരാളം ആളുകൾ കൊലയാളികൾ കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് വരികയും പടക്കം പൊട്ടിക്കുകയും മധുരം വിതരണം ചെയ്ത് ആഘോഷിക്കുകയും ചെയ്തു. കമ്മീഷണർ VC സജ്ജനാർ കോടതിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ തോക്കുകൾ അൺലോക്ക് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു. അതുകൊണ്ട് തോക്കുകൾ തട്ടിപ്പറിച്ച പ്രതികൾക്ക് അത് ഉപയോഗിക്കുവാനായിട്ട് കഴിയുമായിരുന്നു. ഞങ്ങൾ അവരോട് കീഴടങ്ങുവാനായിട്ട് സൗമ്യമായിട്ട് ആദ്യം ആവശ്യപ്പെട്ടു. അവരിത് സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് നേരെ വെടിവെച്ചു. ഒടുവിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് അവരെ തിരിച്ചു വെടിവെക്കേണ്ടി വന്നു. ആ വെടിവയ്പിലാണ് 4 പേരും കൊല്ലപ്പെട്ടത്. ധാരാളം വാദങ്ങൾ ഈ എൻകൗണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ നടന്നു. ഒടുവിൽ കോടതി പോലീസ് ചെയ്തത് ആത്മരക്ഷാർത്ഥമാണെന്ന് വിധി എഴുതി. ഡോക്ടർ പ്രിയങ്ക റെഡ്ഡിയുടെ കഥ ഇവിടെ അവസാനിച്ചുവെങ്കിലും ഈ കഥ നമുക്ക് തരുന്ന ചില പാഠങ്ങളും മുന്നറിയിപ്പുകളുമുണ്ട്. അന്ന് രാത്രിയിൽ ആ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കുറ്റവാളികളുടെ ശ്രദ്ധ ഒന്ന് മാറിയ സമയത്ത് സ്വന്തം സഹോദരിക്ക് ഫോൺ ചെയ്യുന്നതിന് പകരം ഡോക്ടർ പ്രിയങ്ക പോലീസിനെ വിളിച്ചിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. അതുപോലെ ആ പ്രദേശത്ത് CCTV ഉണ്ടായിട്ടും അതിന്റെ പരിധിക്കപ്പുറമുള്ള പ്രദേശത്ത് പോയിട്ട് തന്റെ സ്കൂട്ടർ അവർ പാർക്ക് ചെയ്തതും വലിയൊരു അബദ്ധമായിരുന്നു. ഇനിയെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്നവർ ഒരവസരം കിട്ടുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് വീട്ടുകാരെയല്ല, മറിച്ച് പോലീസിനെയാണെന്ന് പ്രിയങ്ക റെഡ്ഡിയുടെ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ കഥ ഇവിടെ തീരുകയാണ്. ഈ വീഡിയോയ്ക്ക് ഞാൻ ലൈക്കൊന്നും ചോദിക്കുന്നില്ല, നേരെ മറിച്ച് ഷെയർ ചെയ്യുവാനാണ് ആവശ്യപ്പെടുന്നത്. ഇതൊരു വാർണിംഗ് വീഡിയോ ആണ്. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.